ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ആദ്യം മുതലേ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല. ഞാൻ അപ്പോഴൊക്കെ ആയിട്ട് എടുത്തു വെച്ച് വീഡിയോസ് കൂട്ടിയാണ്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ആദ്യമായിട്ടാണ് വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഞാൻ വോയിസ് ഓവറൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് സബ് ടൈറ്റിൽസ് മാത്രമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകും വീഡിയോയിൽ. അതെല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യാം. വരുന്ന വീഡിയോസിൽ നമുക്കതൊക്കെ ശരിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. രാവിലെ ചായ കുടിക്കലും എല്ലാതും കഴിഞ്ഞാൽ പിന്നെ സൂനിനെ കുളിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റത്തെ ടാസ്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ജോലികൾ തീർന്ന പോലെ തോന്നും. സൂനിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയം അവൾ കളിക്കും. ഒരു 11 മണി 10:30 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ 11:30 അങ്ങോട്ടും ടൈമാവും. അതിനിടയിൽ അലക്കാനുള്ള കുറച്ച് ക്ലോത്ത് ഉണ്ടായിരുന്നു. അതിൽ അലക്കാനിട്ട ശേഷം ഉണങ്ങിയത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് എടുത്ത പാടി ഞാൻ മടക്കും, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെ കുന്നുകൂടി കിടക്കണ്ട വിചാരിച്ച്. പിന്നെ പകലൊക്കെ അവൾക്ക് ക്ലോത്ത് ഡയപ്പേഴ്സാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അത് വെയിൽ കണ്ടപ്പോൾ പെട്ടെന്ന് അലക്കിയിട്ടു. അവൾ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ കാര്യമായിട്ട് അസൈൻമെൻറ്റ് എഴുതാനും വായിക്കാനൊക്കെ ഇരിക്കാറ്. എക്സാം എടുക്കാനായാലോ പോലെ അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ടൈം ആയാലൊക്കെ അവൾ കളിക്കുന്ന ടൈമിലും അവൾ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തിരുന്ന് ഞാൻ എഴുതും. ഈ മന്ത് ലാസ്റ്റ് അസൈൻമെൻറ്റ് സബ്മിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അവളവിടെ കളിച്ചപ്പോൾ കുറച്ച് സമയം എഴുതാമെന്ന് വിചാരിച്ചു. അതിനിടയിലാണ് മീഷോത്തെ പാർസൽ വന്നത്. നല്ല ഒരു കോംബോ സെറ്റ് കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതിന് മുന്നേ ഞാൻ മീഷോത്തെ വാച്ച് ട്രൈ ചെയ്തിരുന്നു. ഒരു 3-4 കൊല്ലത്തോളം ഞാനത് യൂസ് ചെയ്തു. ഇപ്പോഴും അതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് രണ്ടും സെയിം കളർ ചേഞ്ചാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷമാണ് വേറെ 2 വാച്ച് കണ്ടത്. അപ്പോൾ പിന്നെ ഞാനത് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു. 300 സംതിങ് ആണ് വാച്ചിൻ്റെ റേറ്റ് വരുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ആ റേറ്റിന് എന്തായാലും ജൂനിയ ഇപ്പോൾ നന്നായി കളിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീണ്ടും എഴുതാനിരുന്നു. അങ്ങനെ നല്ല എൻഗേജ്ഡ് ഇരിക്കുന്ന ടൈമിൽ മാത്രമേ എഴുതാനിരിക്കാറുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം എല്ലാതും വലിക്കാനും കയറാനൊക്കെ വരും. അപ്പോൾ അതിനുള്ളൊരു ചാൻസ് വരുത്താതിരിക്കാനും നല്ല എൻഗേജ്ഡ് ആയിരിക്കുന്ന ടൈമിൽ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. പിന്നെ വാശിയും കുറുമ്പൊക്കെ ആവും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഉറക്കം വന്നപ്പോൾ കുറുമ്പ് കാണിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോയി ഉറക്കുകയും ചെയ്തു. അപ്പോൾ ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവൾ ഉറങ്ങി എണീറ്റ് ശേഷം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ ഉറങ്ങിയ സമയം വേഗം പോയി ഞാൻ കുളിച്ചു. അല്ലെങ്കിൽ കുളി അങ്ങനെ നീണ്ടുപോകും. അവൾ ഉറങ്ങുന്ന ടൈമിൽ കുളിച്ച് പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ രാത്രിക്കത്തെ ഫുഡ് കഴിക്കലും അവളെ ഉറക്കലും എല്ലാതും കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഴുതാനിരുന്നപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. ഞാൻ ഇഗ്നോയിൽ ലാസ്റ്റ് ഇയറാണ്, ഡിഗ്രിയാണ് ചെയ്യുന്നത്, BA ഇംഗ്ലീഷ്. അപ്പോൾ ഒരുപാട് ഓരോ സബ്ജക്റ്റിനും ഓരോ അസൈൻമെൻറ്റ്സ് വെക്കാണ്ട്. ആ അസൈൻമെൻറ്റ്സൊക്കെ വെച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇഗ്നോയിൽ ചേർന്നവർക്ക് അറിയാൻ പറ്റുമോ പോലെ അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ റൂൾസൊക്കെ ഉണ്ട്. അതിന് മുന്നിൽ വെക്കാൻ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് അതുപോലെ മാർജിൻ ഇടുമ്പോൾ എത്ര ഡിസ്റ്റൻസ്, അങ്ങനെ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട്. ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ കൊറോണ കഴിഞ്ഞ ഉടനെ ആയിരുന്നു. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ആദ്യം പ്രൊവൈഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചേർന്നത്. വീക്കിലി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിന്നീട് അതൊന്നും കിട്ടിയില്ല. അപ്പോൾ കോളേജിലൊരു ഗ്രൂപ്പ് ഉണ്ടാവും കോളേജിൻ്റെ പേരിൽ. അതിലിങ്ങനെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ ടൈം ആയാൽ അതിൽ പറയും. അതുപോലെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മളതിൽ ഇൻഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ റിസൾട്ട് വരുന്നൊക്കെ ഒരു സ്ക്രീൻഷോട്ട് ചെയ്ത് കിടക്കുക എന്നല്ലാതെ നമ്മളടുത്ത് വേറെ ഒന്നുമില്ല കയ്യിൽ. നമ്മുടെ സെൻറ്ററിന് ഓരോ കോഡുണ്ട്, പിന്നെ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു കൊല്ലം ഈ പ്രാവശ്യം സബ്മിഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇയറിൽ നമ്മളതൊക്കെ നോക്കുന്നുള്ളൂ. അതൊക്കെ റെഗുലർ അല്ലാത്തതും കാരണം നമ്മൾ പെട്ടെന്ന് ഓർത്തോളണമെന്നൊന്നുമില്ല. അങ്ങനെ കയ്യിൽ നിന്ന് മിസ്സായി പോയാൽ ഫോണിലല്ല എല്ലാതും സ്റ്റോർ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഫോണിൽ നിന്ന് പോകുക വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇയറിലെ ഓരോ സബ്ജക്റ്റും കാര്യങ്ങളും എല്ലാതും എഴുതി വെക്കാൻ വേണ്ടി എടുത്തൊരു ബുക്കെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസായി ചെയ്യുന്നവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. അങ്ങനെ ആദ്യം മുതൽ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായി തോന്നി. നമ്മളെ കയ്യിൽ നിന്ന് മിസ്സാവില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.